ഇവർ രണ്ടുപേരും നിയമം പഠിച്ചത് ലണ്ടനിലാണ്. 2 കോളേജിലാണെന്നേ ഉള്ളൂ, ഏതാണ്ട് ചെറിയ കാലവ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. മഹാത്മാഗാന്ധി ലണ്ടനിലെ ഇന്നർ ടെമ്പിൾ എന്ന ലോ കോളേജിലാണ് പഠിച്ചത്. അതേസമയത്ത് മുഹമ്മദ് അലി ജിന്ന ലിങ്കൺസ് ഇന്നിലാണ് പഠിച്ചത്. രണ്ടുപേരും ഏതാണ്ട് ഒരേ കാലത്ത് ലണ്ടനിലെ 2 വ്യത്യസ്ത കോളേജുകളിൽ പഠിച്ചു. എന്തായാലും നിയമം പഠിക്കാൻ രണ്ടുപേരും ലണ്ടനിൽ പോയി എന്നതും ഇവർ തമ്മിലുള്ള പൊരുത്തമോ സാമ്യമോ ആണ്. വേറൊന്ന്, തീർച്ചയായിട്ടും നിയമം പഠിച്ചു വന്ന രണ്ടുപേരും വക്കീലന്മാരായിട്ടാണ് ജീവിതം തുടങ്ങുന്നത്. വക്കീൽമാരായിട്ട് ജീവിതം തുടങ്ങി. രണ്ടുപേരും ബോംബെയിലാണ്. ബോംബെയുടെ 2 പ്രദേശങ്ങളിലാണെന്നേ ഉള്ളൂ. മഹാത്മാഗാന്ധി രാജ്കോട്ടിലാണ് പ്രാക്ടീസ് തുടങ്ങിയത്. എന്നാൽ മുഹമ്മദ് അലി ജിന്ന ബോംബെ ഹൈക്കോടതിയിൽ തന്നെയാണ് പ്രാക്ടീസ് തുടങ്ങിയത്. എന്നാലും ബോംബെയിലും പരിസര പ്രദേശങ്ങളുമായിട്ടാണ് അവരുടെ വക്കീൽ ജീവിതം ആരംഭിക്കുന്നത്. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മഹാത്മാഗാന്ധി അദ്ദേഹം തന്നെ സത്യസന്ധമായി എഴുതിയുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ വക്കീൽ ജീവിതം ഒരു വിജയമേ ആയിരുന്നില്ല. ആദ്യത്തെ ദിവസം തൊട്ട് ആ വക്കീൽ ജീവിതം പരാജയമായിരുന്നു. വക്കീൽ ജീവിതം കൊണ്ട് ഉപജീവനം സാധ്യമല്ലാതെ നാട് വിട്ടു പോകേണ്ടി വന്ന മഹാത്മാഗാന്ധിയാണ്. അതുവഴിയാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ എത്തിപ്പെട്ടത് എന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. എന്നാൽ ജിന്ന ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. ജിന്ന ആദ്യം മുതലേ അദ്ദേഹം പേരെടുത്ത വക്കീലായിരുന്നു, സമർത്ഥനായ വക്കീലായിരുന്നു. മുഹമ്മദ് അലി ജിന്നക്ക് മജിസ്ട്രേറ്റിന്റെ ഉദ്യോഗം വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ശമ്പളം എത്രയാണ്? 1500 രൂപയാണ് അന്നത്തെ ശമ്പളം. 1920കളിലെ ശമ്പളമാണെന്ന് ഓർക്കണം, അത് ചെറിയ സംഖ്യയല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു അത്രേ, ഒരു ദിവസം 1500 രൂപ ഉണ്ടാക്കാൻ വക്കീൽ എന്ന നിലയിൽ എനിക്ക് പറ്റും. അങ്ങനെ വക്കീൽ എന്ന നിലയിൽ വലിയ വിജയമായിരുന്നു ജിന്ന. അതേസമയത്ത് മഹാത്മാഗാന്ധി അക്കാര്യത്തിൽ പരാജയമായിരുന്നു. ഒരുപക്ഷെ ആ പരാജയമായിരിക്കാം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിജയരഹസ്യം എന്നുപോലും നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും. അതാണ് അവർ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട, ഒരുമിച്ച് വക്കീലന്മാരാവുകയും ഒരുമിച്ച് ബോംബെയിൽ വക്കീൽ പ്രാക്ടീസ് തുടങ്ങുകയും ചെയ്തു എന്നതാണ് വേറൊരു പൊരുത്തം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.